നമ്മൾ വയനാട് ടൗൺഷിപ്പിലാണുള്ളത്. റവന്യൂ മന്ത്രി നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, സമാനതകളില്ലാത്ത ഒരു ചരിത്ര നിമിഷമാണ്. 1.5 വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ മിനിസ്റ്റർക്കായിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ദുരന്തം സംഭവിച്ച ഉടനെ തന്നെ ഈ ഭൂമിയിലെത്തിയ നിമിഷമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്? മനസ്സിലൂടെ കടന്നു പോകുന്നത് വികാരത്തിൻ്റെ ഒരു 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 തള്ളിച്ചയാണ്. ജൂലൈ 30-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയത്. അന്ന് ചൂരൽമല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. രുദ്രയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നപ്പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ്റെ നിലവിളികളും കരച്ചിലും, അന്വേഷിച്ചു പോകുന്നതും ചവിട്ടുന്നതുമായ മണ്ണിൽ മുഴുവൻ പുതഞ്ഞു പോയ മനുഷ്യ ശരീരങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ കണ്ട് ഞാൻ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഇതുപോലെ 19 സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളെ പൂർണ്ണമായും പങ്കാളികളാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരും സൈനിക അർദ്ധ സൈനിക പോലീസ് വിഭാഗങ്ങളും ഒക്കെ ഒരുമിച്ച് നടത്തിയിട്ടുള്ള തെരച്ചിലിൻ്റെ ഭീകരത, സൂചിപ്പാറയിൽ മനുഷ്യന് ചെന്നെത്തിപ്പെടാൻ പറ്റാത്തിടത്ത് 2 ഹെലികോപ്റ്ററിൽ കടാവർ ഡോഗ്സിനെ കൊണ്ടുപോയി മണപ്പിച്ച് മനുഷ്യ ശരീരങ്ങളുടെ ബാക്കിയെടുത്തത് ഉൾപ്പെടെയുള്ള തീവ്രമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പോയതിന് ശേഷം NDRF സംഘത്തിൻ്റെ തലവൻ എനിക്കൊരു കത്തെഴുതി. എങ്ങനെയാണ് കേരളത്തിന് ഇങ്ങനെ സാധിക്കുന്നത് എന്നതിൽ ഞങ്ങൾ അത്ഭുതം കൊള്ളുന്നു. അത് ഞങ്ങളൊരു അംഗീകാരമോ ഒരു അവാർഡോ ആയിട്ട് എടുക്കുകയല്ല, പക്ഷെ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റി എന്ന അഭിമാനത്തോടെ ഓർക്കുകയാണ്. ആ ഘട്ടം മുതൽ സാധാരണ മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയോ കുഴിയിലിടുകയോ ചെയ്യുന്ന അനുഭവമുള്ള ഇന്ത്യയിൽ ഓരോ നദിയുടെ തീരവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നാട്ടിൽ ഓരോ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും DNA ടെസ്റ്റിൻ്റെ നമ്പറോടുകൂടി സംസ്കാരം നടത്തിയത് വരെ മുതലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ പോകുകയാണ്. ഒരു നഗരം കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഒരു പുതിയ അനുഭവമാണ്. ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനെ വിട്ടുകൊടുക്കില്ല എന്ന ഗവൺമെൻറ്റിൻ്റെ കഠിനമായിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, ആത്മവിശ്വാസമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുഞ്ചിരി മുറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒരു ഉരുളാണ് ഈ ദുരന്തത്തിന് കാരണമെങ്കിൽ ആ ദുരന്തത്തിന് ശേഷം പുഞ്ചിരിയുടെ മുറ്റത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ പറ്റിയതിൻ്റെ ഒരു ആത്മധൈര്യവും ആത്മാഭിമാനവുമാണ് ഇപ്പോൾ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. മുൻമാതൃകകളില്ലല്ലോ, പ്രത്യേകിച്ച് എന്തായിരിക്കും ഇനി എന്നങ്ങോട്ടുള്ള ആശങ്കകൾ, ചർച്ചകൾ ഇതെല്ലാം നടക്കുന്ന സമയത്ത് കൃത്യമായ ആസൂത്രണമാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. ഈ 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും പ്രധാന പരിഗണനകൾ? പ്രത്യേകിച്ച് ഇത്രയും ഉറപ്പോടുകൂടിയ ഒരു വീട്, ഒപ്പം തന്നെ ഗ്യാരണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ഉപയോഗിച്ചുള്ള നിർമ്മാണം, ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ എല്ലാ തരത്തിലും അഡ്രസ്സ് ചെയ്യുന്നു. ഇനി 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? അല്ല, ഇതിന് തുടർച്ചയായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകൾ മാത്രമല്ല, ഇവിടെ ഉയർന്നു വരേണ്ട മാർക്കറ്റ്, ഇവിടെ ഉയർന്നു വരേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം, ഇവിടെ വരേണ്ട അംഗനവാടി, ഇവിടെ വരേണ്ട കളിക്കളം, കോമൺ സ്പേസ്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഇങ്ങനെ ഒരു നഗരത്തിന് വേണ്ടതെല്ലാം തുടർ നിശ്ചയിച്ചത് പ്രകാരമുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഉപജീവനം നഷ്ടപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള മൈക്രോ പ്ലാനിൻ്റെ സാക്ഷാത്കരണം ഉണ്ടാകണം. ഇവിടെ നഷ്ടപ്പെട്ടതുപോയതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ നഗരത്തിലാകെ നിർമ്മിക്കേണ്ട പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഡബ്രികൾ മാറ്റി പുന്നപ്പുഴയെ പഴയ മോഡലിൽ പഴയ രൂപത്തിൽ ഒഴുകി പോകാനുള്ള അവസരം ഉണ്ടാകണം. ഇതെല്ലാം കൂട്ടിച്ചേർത്തതാണ് പ്ലാൻ. ആ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഈ ഒറ്റപ്പെട്ട ചില ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റപ്പെട്ടു പോയ ചില ആളുകൾ അല്ലെങ്കിൽ വിട്ടുപോയ ആരെങ്കിലും ഉണ്ട് ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ പരിഗണനാ വിഷയങ്ങൾ എങ്ങനെയാണ് മന്ത്രി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? വിട്ടുപോയവരാരും ഉണ്ടാകരുതെന്ന നിർബന്ധത്തോടു കൂടിയാണ് ഈ ഇടപെടലിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മാനദണ്ഡങ്ങൾ നേരിട്ട് ദുരന്തത്തിൽ അടിപ്പെട്ട് വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർ, ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവർ, അതിൻ്റെ 50 മീറ്റർ ഇപ്പുറത്ത് ഐസൊലേറ്റഡ് ആക്കപ്പെട്ടവർ, അവരാണ് ഇപ്പോഴത്തെ മുഖ്യ പരിഗണനയിൽപ്പെട്ടവർ. അതിനുശേഷം ഇനി മുൻഗണനകളും മാനദണ്ഡങ്ങളും മാറ്റി വരണം എന്ന് പറയുന്ന ചില കേസുകളുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വിട്ട് പരിശോധിപ്പിച്ച് അതിലെ മാനുഷിക പരിഗണന തള്ളിക്കളയുന്ന ഒന്നായി കരുതുന്നില്ല. അതിനെക്കുറിച്ച് കൂടി അഡ്രസ്സ് ചെയ്യും. ഓരോ ഘട്ടമായി ആ നടപടി ചെയ്തിട്ടുണ്ട്. കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടിയിലേക്ക് കടന്നു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കടക്കാരുടെയും സംരംഭകരുടെയും നഷ്ടങ്ങൾക്ക് പ്രതിഫലം കൊടുത്തു. മൈക്രോ പ്ലാൻ കേരളത്തിൽ ആരംഭിച്ചു. ഉജ്ജീവനി മോഡലുള്ള മാതൃക കൊണ്ടുവന്നു. ഇനി വെള്ളാർമല സ്കൂൾ തിരിച്ചു കൊടുക്കുന്നതടക്കം നഷ്ടപ്പെട്ടു പോയ കെട്ടിടങ്ങളും അനുഭവങ്ങളും എല്ലാം തിരിച്ചു കൊടുക്കലുണ്ട്. ഇതെല്ലാം കൂടി ഒരു വലിയ പ്ലാനിലേക്കാണ് നമ്മുടെ പോക്ക്.
നമ്മളെ ഒരു ദുരന്തം അവസാനിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് അതൊരു ചരിത്രമാണ്, അല്ലെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലായി കാലാകാലത്തേക്കുള്ള ഒരു നിർമ്മിതി കൂടെ ആയിട്ടാണ് മാറുന്നത്. അത് ജീവനുകളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം അത് നൽകുന്ന ഒരു സന്ദേശം കൂടെ ഉണ്ട്. മിനിസ്റ്റർക്ക് അവസാനമായി എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത്? ഇല്ല, നാട്ടുകാരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ദുരന്തത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലാഭനഷ്ടങ്ങളുടെ ഹരണഗുണന പട്ടിക കൂട്ടാൻ നിൽക്കരുത്. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു രാഷ്ട്രീയ നേട്ടമല്ല, ഇവിടെ ഏതെങ്കിലും ഒരു നിറം ഈ നഗരത്തിനില്ല. ഇത് നാം മനുഷ്യർ, കേരളമെന്ന ലോക മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യ വിഭാഗം, ഇന്ത്യയുടെ തെക്ക് മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും ഉത്തമ മാതൃകയിലൂടെ വികസനം സാധ്യമാകുന്ന ഒരു ഭൂമി ലോകത്തിന് നൽകുന്ന ഒരു മാതൃകയാണ്. ഈ മാതൃകയോടൊപ്പം നിൽക്കുക, ഓരോ മിനിറ്റിലും എന്ത് ലാഭം എന്ന് നോക്കാതെ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളോടൊപ്പം ഉണ്ടാവുക. അത്രയേ ഇപ്പം. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ, ഒപ്പം തന്നെ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിൽ അഭിനന്ദനങ്ങൾ.